ഹായ് ഹലോ, മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ റീഡിങ്ങിൽ കൂടി കിട്ടുന്ന എല്ലാ പോസിറ്റിവിറ്റിയും ഇത് കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റീവായി തീരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഫർമേഷൻ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ പേഴ്സൺ തിരിച്ച് മടങ്ങി വരുന്നതിനും മറ്റ് കടബാധ്യതകൾക്കും ജോലിക്കുമായി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അവരാഗ്രഹിക്കുന്ന വിധം തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനും തക്കവണ്ണം സഹായിക്കട്ടെ. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, നമുക്കിന്ന് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടും നിങ്ങളുടെ പേഴ്സണ് ഉള്ള കറണ്ട് ഫീലിംഗ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇപ്പോഴുള്ള തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇപ്പോഴുള്ള തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ്. ഓക്കെ, എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? എന്ത് ആക്ഷനാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തേർഡ് പാർട്ടിയോട് എടുക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ആക്ഷൻ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ആക്ഷൻ. കറണ്ട് ഫീലിങ്സ്, ആക്ഷൻ. ഓക്കെ, നിങ്ങളോട് കാണിക്കുന്ന ആക്ഷൻ എന്തെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിനോട് എടുക്കുന്ന ആക്ഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴുള്ള ആക്ഷൻ കഴിഞ്ഞ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിനോട് എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സുമൊത്ത് പേഴ്സൺ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് എന്താണ്? തേർഡ് പാർട്ടിയോട് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയോട് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, അപ്പം കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് എന്താണെന്ന് നോക്കാം. ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്. നിങ്ങളെ ചീറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്താണ് പോയത്. ഓക്കെ, നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ മാനസികമായിട്ടുള്ളതെല്ലാം ചീറ്റ് ചെയ്ത് പോയി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് ആക്കി. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവിടെ ആക്കി. നിങ്ങളുടെ മാനസിക ബലം എല്ലാം നിങ്ങളെ തോൽപ്പിച്ചു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് പോയി. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം മാനസികമായി തകർന്നുവോ ആ സിറ്റുവേഷന് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ഓക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഇപ്പോഴുള്ള ഇത് നിങ്ങളെ ചതിച്ച് നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളിൽ നിന്ന് പോയി വിട്ട് അകന്നു പോയിട്ടുള്ള പേഴ്സണാണ് എങ്കിൽ ഓക്കെ, ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുടെ വാക്ക് കേട്ട് നിങ്ങളുടെ വാക്ക് ചെവിക്കൊള്ളാതെ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ തോൽപ്പിച്ച് നിങ്ങളെ മാനസികമായും തോൽപ്പിച്ച് പോയിട്ടുള്ള വ്യക്തിക്ക് ഒരു ജസ്റ്റിസ് തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഓർക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയോട് എന്താണ് ഓർക്കുന്നതെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ അടുത്ത് അവിടെ ഡെത്ത് സംഭവിച്ചു.
അവരുടെ റിലേഷനിൽ ഡെത്ത് സംഭവിച്ചു. ഓക്കെ, കണ്ടോ, ഡെത്ത് സംഭവിച്ചു. ഡെത്ത് സംഭവിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ന്യൂ ബിഗിനിങ് ഏസ് ഓഫ് വാൺസ് ആണ്. ഏസ് ഓഫ് കാണുമ്പോഴത്തേക്ക് ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ജസ്റ്റിസ് ഒക്കെ തന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് തരണം. ഓക്കെ, നിങ്ങളെ ചതിച്ച് വന്നതുകൊണ്ട് നിങ്ങളെ ചതിച്ച് അങ്ങോട്ട് പോയി. നിങ്ങളെ ചതിച്ചിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്തോട്ട് പോയി. തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് അവിടെ കുറച്ച് നാളായെന്ന് തോന്നുന്നു. ഫോൺ ഓഫായിപ്പോയേ. നിങ്ങളെ ചതിച്ച് തേർഡ് പാർട്ടിയുടെ അടുത്തോട്ട് പോയി. നിങ്ങളെ ചതിച്ചിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയി. ഇത് കുറച്ച് നാളായ റിലേഷനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടുത്തെ സന്തോഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ ഡെത്ത് സംഭവിച്ചു. അവരുടെ ജീവിതത്തിൽ അവിടെ റിലേഷന് ഡെത്ത് സംഭവിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. നിങ്ങളോട് നീതി കാണിക്കണം. നിങ്ങളെ ചതിച്ചതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കൊടുക്കണം. നിങ്ങൾക്ക് നീതി കൊടുക്കണം എന്ന് വിചാരിച്ച് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ന്യൂ ബിഗിനിങ് നിങ്ങളുടെ അടുത്തോട്ടാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് ചതിച്ച് പോയി. തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് ഡെത്ത് സംഭവിച്ചു. റിലേഷനാണ് ഡെത്ത് സംഭവിച്ച് ഒരു ന്യൂ ബിഗിനിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കിയത് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നാണ്. ഓക്കെ, നിങ്ങളടുത്ത് എന്ത് ആക്ഷനാണെന്ന് നോക്കാം. നിങ്ങളടുത്ത് ഒരു ഓഫർ തരാനുള്ള ആക്ഷനാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഹാർട്ടൊക്കെ തരാൻ നിൽക്കുന്നതാണ്. കണ്ടോ, നിങ്ങൾക്കൊരു ഓഫർ തരാനുള്ള ആക്ഷനാണ് ഇവിടെ അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കാല് പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ അതിന് ഏത് വഴി ആക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു വഴി ചൂസ് ചെയ്യണമല്ലോ. അത് എങ്ങനെയാണ്, നിങ്ങളടുത്ത് എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യും, അതിന് വേണ്ടിയിട്ട് അവർ പ്ലാനിങ്ങിലാണ്. ഓക്കെ, ഇപ്പം എന്തായാലും ആക്ഷൻ എടുത്തില്ല. ആക്ഷൻ എടുക്കാനുള്ള പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ കുത്തിയിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്ലാനിങ് ഇതാണ്. നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് തരണം. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ട് വന്നതായതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല പ്ലാനൊക്കെ വെച്ചിട്ട് വേണം ന്യൂ ബിഗിനിങ് ചെയ്യാനെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലാനിങ് നല്ലതുപോലെ നടക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് വരുന്നതിന് ആക്ഷൻ ഇല്ല, ആക്ഷന് പ്ലാനിങ് നടക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് വല്ല ആക്ഷനും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവിടെ എന്തായിരിക്കും ആക്ഷൻ? ഇങ്ങോട്ട് വരുന്നെങ്കിൽ പിന്നെ അവിടുത്തെ ആക്ഷൻ എന്തായിരിക്കും? അവിടെ എന്തായിരുന്നാലും നിങ്ങളുടെ ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. ലവേഴ്സ് ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡെത്തായി പോയിരിക്കുന്ന തേർഡ് പാർട്ടി ഓഫർ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് സ്വീകരിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും ഒന്ന് ഡെത്തായി പോയതിനെ ഒന്നും കൂടി ഒന്ന് സണ്ണിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവർ ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അവർ രണ്ട് ദൈവത്തോട് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഈ നശിച്ച് ഡെത്തായി പോയിരിക്കുന്ന ആ പ്രണയത്തെ വീണ്ടും ശരിയാക്കി കൊണ്ടുവരാൻ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പ്രണയത്തെ വീണ്ടും ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത്ര ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, ഒരു സിംഗിൾ പേരൻ്റ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ചിലപ്പോൾ സിംഗിൾ പേരൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളും ആകാൻ സാധ്യതയുണ്ട് സിംഗിൾ പേരൻ്റ്. ഓക്കെ, അപ്പം പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടും. ഓക്കെ, നൈറ്റ് ഓഫ് കപ്പും വരുന്നു, പേജ് ഓഫ് പെൻഡിക്കിളും. ഇത് രണ്ടും ഓഫറിൻ്റെ കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയതായിട്ടൊരു ക്രിയേറ്റീവായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുത്തിരിക്കും. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആക്ഷൻ, ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ ഇതാണ് വരുന്നത്. അവിടുത്തെ ഫ്യൂച്ചർ നോക്കട്ടെ. എന്തായിരുന്നാലും തേർഡ് പാർട്ടി ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്തായിരുന്നാലും
നയൻ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തേർഡ് പാർട്ടി എന്തായിരുന്നാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവും. തേർഡ് പാർട്ടിക്ക് ഫ്യൂച്ചറിൽ വേറെ കുറേ ഓപ്ഷൻ ഉണ്ടാവും. 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 7 ഓഫ് കപ്പ് ഉണ്ടായി അവിടേക്ക് അവർ വേറെ ഓപ്ഷൻ തിരക്കി അവർ പോവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അവർ കുറച്ചുകൂടി വർണ്ണാഭമായ സ്ഥലങ്ങളിലേക്ക് ചേക്കേറും. അതാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോണത്. നിങ്ങളുടെ പേഴ്സൺ അവിടുന്ന് കമ്പും പിടിച്ച് ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് ഓഫറിനായിട്ട് ഇങ്ങോട്ട് പോരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങൾ തങ്ങളിലുള്ളത്. ഓക്കെ, ഇനി നമുക്കെന്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് ആലോചിക്കുന്നില്ലേ? ഇവിടെ എന്തായാലും ഡെത്ത് സംഭവിച്ചില്ലേ? അപ്പം ഇവിടെ എന്താണ് ഇതിനെ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഡെത്തിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും ഡെത്ത് വന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ ഇടയിൽ ഡെത്ത് വന്നിരിക്കുന്നത്? പണം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഡെത്ത് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒന്നുകൂടി എടുക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് അവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്? അവിടെ സംഭവിച്ചിരിക്കുന്ന ഡെത്തിന് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയോ ക്രൂവലായിട്ടുള്ള സംസാരങ്ങളും ബിഹേവിയറും ഒക്കെ, റൂഡായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ അവിടെ ചിലപ്പോൾ ശരിയാവുന്നില്ല. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞ് ഒന്നുകിൽ ബ്ലോക്ക് ചെയ്ത് പോകും, പിന്നെയും വന്ന് ഓണാക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതേപോലെ പോയി തേർഡ് പാർട്ടിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ കാല് മടക്കി രണ്ട് കൊടുക്കും. അപ്പോൾ ഇതുപോലെ നിലത്ത് വീണിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ ഡെത്ത് സംഭവിച്ചത്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു കല്ല് പോലെയുള്ള ഒരു മനസ്സും കാര്യങ്ങളും ഒന്നുകിൽ തേർഡ് പാർട്ടിയുടെ ആയിരിക്കും. അതൊന്നും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് ശരിയാകുന്നില്ല. ആ ശരിയാകാത്തതിൻ്റെ പേരിലാണ് ആ റിലേഷൻ അവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം സഹിച്ചും കേട്ടും കരഞ്ഞും പിടിച്ചും ടാരോ റൈഡ് കണ്ടും ഇരിക്കുന്ന വ്യക്തിയല്ല തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടി സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടേക്ക് പോയത്. ഓക്കെ, സെൽഫ് ലവ് ചെയ്യുന്ന, സ്വന്തം കാര്യം ചിന്താവാൻ നോക്കുന്ന ആൾക്കാർ കൂടുതലും അങ്ങനെ സ്വന്തം കാര്യം ചിന്താവാ എന്നല്ല സെൽഫ് ലവിൻ്റെ മീനിങ്. എങ്കിലും ഞാൻ പറയണം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തി. ഓക്കെ, അവനവന് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തികളും മറ്റൊരാളുടെ വാക്കുകൾക്ക് താന്ന് കിടന്ന് അവരുടെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു വേലക്കാരെ പോലെയും അവരുടെ ജീവിതത്തിൽ ഒരു അടിമയെ പോലെയൊന്നും നിന്ന് കൊടുക്കത്തില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒന്ന് പറയുമെങ്കിൽ അവർ 100 പറയുന്ന രീതിയായിരിക്കും. അവർക്ക് നിങ്ങളെ പേഴ്സണെയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയോ വാല്യുബിൾ അല്ല. ഓക്കെ, അത് പോയി കഴിഞ്ഞാൽ അതാണ്ട് 7 ഓഫ് കപ്പാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചോയ്സുകളുണ്ട്. നിങ്ങളുടെ പേഴ്സണെ നിൽക്കുകയോ പോകുകയോ ചെയ്യാം. പക്ഷേ സാമ്പത്തികം വേണം. സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വഴക്കുണ്ടായി. ഓക്കെ, എന്ത് കാര്യത്തിലാണ് ഡെത്ത് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വന്നിരിക്കുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, ഇത് എംപററും വന്നു, ഇത് പെൻഡിക്കിളും വന്നു. ഓക്കെ, 9 ഓഫ് പെൻഡിക്കിളും വന്നു. അപ്പോൾ ഈ സാമ്പത്തികപരമായിട്ടുള്ള സംസാരങ്ങളുണ്ടായി. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി പേഴ്സണോട് ആവശ്യപ്പെടുകയോ തിരിച്ചാവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് സംസാരങ്ങളും ഇഷ്യൂകളും ഉണ്ടായി. ഇപ്പം നിങ്ങളണക്ക് കരഞ്ഞും വിളിച്ചും അല്ലെങ്കിൽ ഇരിക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് പണയം വെച്ചും കൊടുക്കുന്ന ടൈപ്പല്ല തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുമായിട്ട് സംസാരിച്ച് അവരുടെ അടുത്ത് അനാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജീവിതത്തെ വിളിക്കാൻ ചെന്ന് അവർ തൊഴിച്ച് തറയിട്ട് അതോടുകൂടി ആ റിലേഷൻ ഡെത്തായി. ഓക്കെ, ഈ ചീറ്റിംഗ് എന്താണെന്ന് നോക്കട്ടെ. ദ 5 ഓഫ് സോഡ്. എന്ത് ചീറ്റിംഗ് ആണ്
നിങ്ങളുടെ ലൈഫിൽ തന്നത്. ഇവിടെ അറിയാം തേർഡ് പാർട്ടി ആണെന്ന് അറിയാം, എങ്കിലും നമുക്കൊന്ന് നോക്കാം എന്ത് ചീറ്റിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ചീറ്റിംഗ് ആണ് എൻ്റെ വ്യൂസിന് കൊടുത്തത്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുത്തിരിക്കുന്ന ചീറ്റിംഗ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളിൽ നിന്ന് എല്ലാം മറച്ചു. നിങ്ങൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോകുന്നത് വരെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്താണ് സംഭവം ഉണ്ടായെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഒരു വിധത്തിലും എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ മറച്ചു വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങളെ ചതിക്കുന്നത് എങ്ങനെയാണ് ചതിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ദ മൂണ്. ഓക്കെ, നിങ്ങളെ മറച്ചുകൊണ്ട്, ഓക്കെ, ഒരു രണ്ട് മുഖം കാണിച്ചുകൊണ്ട്, ഓക്കെ, രണ്ട് വശങ്ങളെ ഉണ്ടായിരുന്നു. ആ രണ്ട് വശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ഭയങ്കര ഓണസ്റ്റായിട്ട് നിങ്ങളോട് നല്ല സ്നേഹവും കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറി. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ആ വ്യക്തി എന്നുള്ള കാര്യം നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. ഇതാണ് നിങ്ങളെ ചതിച്ചത്. ഈ ചീറ്റിങ് നടന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചതിന് കിട്ടിയ ആൻസറാണ് ദ മൂണ്. ഓക്കെ, ഈ സ്ത്രീ തന്നെ ഈ മിററിലോട്ട് നോക്കുന്നത് കണ്ടോ? ആ മിറർ ക്ലിയർ അല്ല, ഓക്കെ, അവ്യക്തമാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അവ്യക്തമായി വെച്ചിരുന്നു. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞിരുന്നില്ല. ഓക്കെ, എന്ത് കാര്യത്തിലാണ് ജഗ്ലിങ് നടക്കുന്നത്? ഓക്കെ, കിങ് ഓഫ് സോഡ്, ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് സോഡാണ് കേട്ടോ. 2 ഓഫ് സോഡാണ് മറ്റേ ചീറ്റിങ്ങിൻ്റെ ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ബോട്ടം ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡാണ്. ഓക്കെ, അവർ മുഖം നോക്കാതെ ആക്ഷൻ എടുത്തു. നിങ്ങളുടെ ഭാഗത്താണ് നീതിയെങ്കിലും അവരത് നോക്കിയില്ല. അവർ കണ്ണും അടച്ചുകൊണ്ട് അവർ തേർഡ് പാർട്ടിയുടെ ഭാഗത്തേക്ക് പോയി. ഓക്കെ, ദ കിങ് ഓഫ് സോഡിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. കിങ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. കിങ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒറ്റ കാർഡ് ഓക്കെ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്യും. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് നിങ്ങളിലോട്ട് വരുന്നതിന് വേണ്ടി, ഒരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി, ഒരു റീയൂണിയൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഷനാണ്. അത് തന്നെയാണ് കാർഡ് ഇവിടെ വന്നിരിക്കുന്നതും. ഈ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നതും ഇവിടെ വന്നിരിക്കുന്നത്, ഈ ജഗ്ലിങ് വന്നിരിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു റീയൂണിയൻ, ഒരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഷനിലാണ്. എങ്ങനെ എടുക്കും? ഓക്കെ, ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തയിലാണ്. അപ്പം ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോഡാണ്. അപ്പം നിങ്ങളിലേക്ക് ഒരു റീയൂണിയന് വേണ്ടി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളിലും കാര്യങ്ങളിലും ആണെന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ലവേഴ്സ് കാർഡ് എന്തിനാണ് വന്നതെന്ന് നോക്കട്ടെ. ഈ ലവേഴ്സ് കാർഡ് എന്തിനാണ് തേർഡ് പാർട്ടിയിൽ വന്നതെന്ന് നോക്കാം. ഓക്കെ, ലവേഴ്സ് കാർഡ് എന്തിനാണ് ആക്ഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചതിൽ ലവേഴ്സ് കാർഡ് എന്താണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയുടെ കാർഡിൽ എന്തുകൊണ്ടാണ് ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ലവേഴ്സ് കാർഡ് തേർഡ് പാർട്ടിയുടെ സെക്ഷനിൽ വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ദ വേൾഡ്. അവരത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവർക്ക് പുതിയൊരു ലവ് ആണ്. നിങ്ങളുടെ പേഴ്സണല്ല ഓഫർ കൊടുക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നു. വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോഴത്തേക്ക് അവിടെ എൻഡായി. ഓക്കെ, ഇവിടെ എൻഡായി. നിങ്ങളുടെ ഡെത്ത് സംഭവിച്ചു. ഡെത്ത് സംഭവിച്ചതിന് ശേഷം വന്ന ലവേഴ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സണുള്ളതല്ല. ഇത് 7 ഓഫ് കപ്പ് മറ്റൊരു വ്യക്തിക്കുള്ളതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ കറങ്ങി മറ്റൊരു പേഴ്സണാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് വന്നത്. ഓക്കെ, മറ്റൊരു പേഴ്സൺ. നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിയുകയും നിങ്ങളെ പ്രണയിക്കാൻ തുടങ്ങുകയും
ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ എന്തായാലും ഡെത്ത് സംഭവിച്ചു. അപ്പം നിങ്ങളിലേക്ക് വരികയും തേർഡ് പാർട്ടിക്ക് പുതിയ ഒരു ഓഫർ കിട്ടുകയും ചെയ്തു. ഓക്കെ, തേർഡ് പാർട്ടി വേറെ 7 ഓഫ് കപ്പ് തിരക്കി പോവുകയും ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലിലേക്ക് തിരിച്ചു വരാനുള്ളൊരിതും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുകയും എന്ന് ഞാൻ കരുതുന്നു. റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 6, 1, 5, 2, 11, 9, 4, 9, 6, 10, 1, 7, 21. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ 18, 9, ഓക്കെ, 9 ഒക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ബർത്ത് ഡേറ്റോ അല്ലെങ്കിൽ മാസമോ, ഈ മാസങ്ങളൊക്കെ, ഓക്കെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, ഈ നമ്പർ 2 വന്നിട്ടുണ്ട്. ഫെബ്രുവരി, ഏപ്രിൽ, ഇതൊക്കെ നിങ്ങളുടെ ജനിച്ച മാസമോ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുള്ളൂ. നിങ്ങൾ പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുക, കരഞ്ഞിരിക്കരുത്. ഓക്കെ, ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. എന്നോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരോടും എപ്പോഴും ഇരിക്കട്ടെ. താങ്ക് യു.